പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനൊരു നിയമ ബിരുദധാരിയും ഒരു സന്നദ്ധെടുത്ത അഭിഭാഷകനുമാണ്. ഫുൾ ടൈം കേസ് വാദിക്കാൻ എന്നെ കൊണ്ട് കഴിയാറില്ല, കാരണം എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി. ഞാനിത് പറയാൻ കാരണം, ഞാൻ തിരുവനന്തപുരം ലോ കോളേജിലെ ഈവനിങ് കോഴ്സിലാണ് ഞാൻ LLB പഠിച്ചത്. ഞാൻ 2018-19 മറ്റോ ഞാൻ LLB പാസ്സായി ഇറങ്ങി. പക്ഷേ 22 സന്നദ്ധ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. കാരണം ഈവനിങ് കോഴ്സ് ബാർ കൗൺസിൽ അംഗീകരിച്ചിട്ടില്ലായിരുന്നു, നിയമവിരുദ്ധം എന്ന് പ്രഖ്യാപിച്ചത്. അങ്ങനെ അതിൻ്റെ എഴുത്തുകുത്തുകളും കാര്യങ്ങളൊക്കെ നടന്നു. അവസാനം ബാർ കൗൺസിലിൽ എന്തോ വലിയ ഫൈൻ തിരുവനന്തപുരം ലോ കോളേജ് അടച്ചതിനെ തുടർന്ന് 5 ബാച്ചിന് അനുവാദം കൊടുത്തു ബാർ കൗൺസിൽ. എന്നിട്ട് 5 ഈവനിങ് കോഴ്സിന് എൻറോൾ ചെയ്യാൻ അനുവാദം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി ഇത് നടത്താൻ പാടില്ല, ഇനി നടത്തണമെങ്കിൽ നടത്താം, പക്ഷേ എൻറോൾ ചെയ്യാൻ കഴിയില്ല, അക്കാഡമിക്കായി ഡിഗ്രി കിട്ടാൻ വേണമെങ്കിൽ നടത്താം എന്ന് പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിച്ചു. അങ്ങനെ 2019 പാസ്സായി എനിക്ക് ഉൾപ്പെടെ ഞങ്ങൾ ഈവനിങ് കോഴ്സിലെ ആദ്യത്തെ ബാച്ചായിരുന്നു. ഉൾപ്പെടെ എനിക്ക് ഭാഗ്യവശാൽ എനിക്ക് എൻറോൾ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഞാനൊരു എൻറോൾ ചെയ്തിട്ടുള്ള ഒരു അഭിഭാഷകൻ. സുഹൃത്തുക്കളെ, ഞാനിത് പറയാൻ കാര്യം, ഒരു LLB ഡിഗ്രി എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് മനസ്സിലായ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 53, 54, 53 വയസ്സിലോ മറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ LLBക്ക് ചേർന്നത്. 5:30 മുതൽ 8:30 വരെ ആയിരുന്നു വൈകിട്ട് ക്ലാസ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ 3 വർഷത്തിനുള്ളിൽ ഏതാണ്ട് ഒരു 27 വിഷയങ്ങളുണ്ട് LLBക്ക് പഠിക്കാൻ. IPC, CPC, അതിൻ്റെയൊക്കെ പേര് ഇപ്പം മാറിയിട്ടുണ്ട്. BNSS എന്ന് IPC, CPC, CRPC മുതൽ കമ്പനി നിയമം, IT ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞ് കണ്ടിട്ട് 10-27 വിഷയങ്ങൾ ഉണ്ട് ഈ 3 വർഷം കൂടി. ആ വിഷയങ്ങളിലെല്ലാം യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും ഉണ്ട്, ഇൻറ്റേർണൽ അസസ്മെൻറ്റും ഉണ്ട്. അതുകൂടാതെ മൂട്ട് കോർട്ട്, അതുകൂടാതെ കോർട്ട് വർക്ക്, വൈവ, അങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയയായിരുന്നു LLB പഠനം. അത് ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞതാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ഒരു കാഠിന്യം, ഒരു സങ്കീർണതയൊക്കെ അനുഭവിച്ചു. ഞാനൊക്കെ എത്രയോ നാൾ ലീവൊക്കെ എടുത്ത് വീട്ടിൽ ഇരുന്നിട്ടാണ് ഈ പഠിച്ച് പാസ്സായത്. എന്ന് മാത്രമല്ല അറ്റൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ 90% കൂടുതലായിരുന്നു. അപ്പം അങ്ങനെ ഒരു LLB പാസ്സാകുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പണിയല്ല, അതൊരു വലിയ പണിയാണ്. അത് മറ്റ് കോഴ്സുകൾ പോലല്ല, അതിനേക്കാളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇതൊന്ന് പാസ്സായി എടുക്കുക. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ അഭിമാനം എനിക്കുണ്ട്. അതിനിടയിലാണ് ഞാനൊന്ന് ജയിലിലായത്. ജയിലിൽ കിടന്ന് 2 പരീക്ഷ എഴുതി, ഒന്ന് പാസ്സാകുകയും ഒന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകുകയും ചെയ്തു. ആനുഷംഗിക ഞാൻ എന്തായാലും LLB എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല, വലിയ ബുദ്ധിമുട്ടാണ് LLB നമ്മളൊന്ന് പാസ്സാകുക. എന്നാൽ അപ്പം ആ പശ്ചാത്തലത്തിൽ ഞാൻ നോക്കിയപ്പോൾ LDFൻ്റെ 26 നേതാക്കന്മാരും UDFൻ്റെ 18 നേതാക്കന്മാരും LLB ബിരുദധാരികളാണ് എന്ന് ഞെട്ടലോടുകൂടി ഞാൻ മനസ്സിലാക്കി. ഞെട്ടലോടുകൂടി മനസ്സിലാക്കിയതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ LLB എന്ന് പറഞ്ഞാൽ എടുക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ നോക്കുമ്പോൾ 26 LDF നേതാക്കന്മാരും 18 UDF നേതാക്കന്മാരും LLB എടുത്തിരിക്കുന്നു. അപ്പം ഞാനൊന്ന് ഞെട്ടി. എന്തുകൊണ്ടാണ്? ഇവരെല്ലാം ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകരാണ് സുഹൃത്തുക്കളെ, ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇവരൊക്കെ. അപ്പോൾ 26, 10, 36, 44 പൂർണ്ണസമയ രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിൽ നിയമബിരുദധാരികളാണ് എന്ന് ഞെട്ടലോടുകൂടിയാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ കേട്ടിരുന്നു, പക്ഷേ എൻ്റെ കണക്ക് ഞാൻ ഇപ്പോഴെടുക്കും. ഞെട്ടലോടുകൂടിയാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഈ ഫുൾ ടൈം രാഷ്ട്രീയക്കാർക്കൊക്കെ എങ്ങനെയാണ് LLB ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത്? ഇനി അതിൽ നമുക്ക് ആദ്യം LDFൻ്റെ 26 പേരെ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതിൽ ഒരു പേര് ഞാൻ കണ്ട് ഒന്ന് ഞെട്ടി. അതാരാന്നറിയാമോ? അയാളുടെ പേരാണ് സജി ചെറിയാൻ. അയാൾ സാംസ്കാരിക വകുപ്പ്, ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ്. അയാളെ നമ്മൾ കേട്ടത് എന്താണ്? അയാളെ കേട്ടത്
ഈ ഭരണഘടന കുന്തവും കുടച്ചക്രവും എന്ന് പ്രസംഗിച്ച ആളാണ്. അയാൾക്ക് നിയമബിരുദമുണ്ട്. അയാൾ മന്ത്രിയാണ്. അയാൾ എന്നാണ് ഇത് പാസ്സായെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും ഒക്കെയാണ്. അയാൾ പാസ്സായ സമയത്ത് ഒരുപക്ഷെ അയാൾ പിന്നെ ആലപ്പുഴ ജില്ലയിലെ പ്രമുഖനായിട്ടുള്ള നേതാവായിരുന്നിരിക്കണം. കാരണം അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു, 1-2 തവണ MLA ആയിരുന്നു. ഏത് സമയത്താണ് പാസ്സായെന്നറിയില്ല. എന്തായാലും അയാൾക്ക് LLB ഉണ്ട് സുഹൃത്തുക്കളെ. ഇനി അടുത്തൊരു പേര്, അതിനേക്കാൾ ഞാൻ ഞെട്ടിപ്പോയി. അയാളുടെ പേരാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഒന്ന് ആലോചിച്ച് നോക്കുക, അയാളുടെ പ്രായം എത്രയാണെന്ന് എനിക്കറിയില്ല. അയാൾക്കും നിയമബിരുദമുണ്ട്. കടന്നപ്പള്ളി രാമേന്ദ്രൻ. പിന്നെ ഇതിനകത്ത് LLB ഉള്ളതായിട്ട് പറഞ്ഞിരിക്കുന്നത് വി ശിവൻകുട്ടിയാണ്. വി ശിവൻകുട്ടി ഈ പാസ്സായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഉണ്ട് എന്നും പറഞ്ഞ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ LLB ഉള്ള ഒരാളായിട്ട് പറഞ്ഞിരിക്കുന്ന അറിയാം, മുകേഷ് MLA, നടൻ മുകേഷ് MLA. അയാൾ നടനാണ്, അവിടെ നിൽക്കട്ടെ. അതുകൂടാതെ ജോൺ ബ്രിട്ടാസ്, VK പ്രകാശ് പ്രശാന്ത്, M സ്വരാജ്, CS സുജാത, KN ബാലഗോപാൽ, റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രി, A റഹീം, A റഷീദ്, A ആരിഫ്, ആന്റണി രാജു, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, K ദിവാകരൻ, DK മുരളി, K പ്രകാശ് ബാബു, G സ്റ്റീഫൻ, IB സതീഷ്, K രാധാകൃഷ്ണൻ, K രാജൻ, MB രാജേഷ്, GR അനിൽ, KK രാകേഷ്, മുകേഷ്, VS സുനിൽകുമാർ. ഇങ്ങനെ 26 പേർ LDFിൽ നിന്നുള്ളവർ അവർ നിയമ ബിരുദധാരികളാണ്. ഇനി UDFിലേക്ക് വന്നേ. UDFിലേക്ക് വന്നാൽ 18 പേര് LLB ബിരുദധാരികളാണ്. 18 പേര്. അതിൽ K മുരളീധരൻ LLB ബിരുദധാരിയാണ്. MM ഹസൻ LLB ബിരുദധാരിയാണ്. KC വേണുഗോപാൽ അയാളും LLB ബിരുദധാരിയാണ്. VD സതീശൻ, അടൂർ പ്രകാശ്, ബിന്ദു കൃഷ്ണ, ആന്റോ ആന്റണി, അനൂപ് ജേക്കബ്, C മമ്മൂട്ടി, ഡീൻ കുര്യാക്കോസ്, എലിസബത്ത് ആന്റണി, അതായത് സിമൻ AK ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണി, ഹൈബി ഈഡൻ, ജ്യോതികുമാർ ചാമക്കാല, MA വാഹിദ്, M വിൻസെന്റ്, ശബരിനാഥ്, ഷാനിമോൾ ഉസ്മാൻ. അങ്ങനെ 18 പേര് LLB ബിരുദധാരികൾ. അപ്പോൾ LDFിൽ നിന്ന് 26 പേരും UDFിൽ നിന്ന് 18 പേരും. അതിൽ MP മാരുണ്ട്, MLA മാരുണ്ട്, മന്ത്രിമാരുണ്ട്. 44 പേര് അവർ LLB ബിരുദധാരികളാണ്. ഇവരാരും പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഒരുപക്ഷെ എനിക്കൊന്ന് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആന്റണി രാജു പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു തോന്നുന്നു. അതല്ലാതെ വേറൊരാളും പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വക്കാലത്തെടുത്ത് ഏതെങ്കിലും കോടതിയിൽ ഹാജരായിട്ടുള്ളതായിട്ടോ നമ്മൾ കേട്ടില്ല. എന്തായാലും ഈ 44 പേർക്കും LLB ബിരുദം ഉണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു പട്ടിക ഞാൻ ആദ്യമായി പൊതുമണ്ഡലത്തിൻ്റെ മുന്നിൽ വെക്കുന്നത്. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? ഇവരെല്ലാവരും പഠിച്ചിട്ടുള്ളത് ഈവനിങ് കോഴ്സാണ്. ഈവനിങ് ബാച്ചിലെ LLB ആയിട്ടാണ് ഇവരെല്ലാം പഠിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരുപാട് കോളേജുകളിൽ ഈവനിങ് ബാച്ച് ഉണ്ടായിരുന്നു. ഈവനിങ് ബാച്ച് നിരോധിക്കുന്നതിന് മുമ്പ്, ഇപ്പം നിരോധിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നിരോധിക്കുന്നതിന് മുമ്പ് ഒരുപാട് ലോ കോളേജുകളിൽ LLB ഈവനിങ് ബാച്ചായിട്ട് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വസ്തുത എന്താണെന്നറിയാമോ? ഈ LDFിൽ നിന്നുള്ള 26 പേരും UDFിൽ നിന്നുള്ള 18 പേരും അവരുടെ LLB ബിരുദം എടുത്തത് ഒരേ ഒരു ലോ കോളേജിലെ ഈവനിങ് ബാച്ചിൽ നിന്നാണ്. ഒരൊറ്റ ലോ കോളേജിൽ നിന്നാണ് ഈ 44 പേരും അവരുടെ LLB ബിരുദം എടുത്തത്. ഒരൊറ്റ ലോ കോളേജിൽ നിന്ന്. ആ ഒരൊറ്റ ലോ കോളേജിലെ ഈവനിങ് ബാച്ചിൽ നിന്നാണ് ഈ 44 പേരും LLB ബിരുദം എടുത്ത്. ഈ കടന്നപ്പള്ളി രാമേന്ദ്രനും, ഈ സജി ചെറിയാനും, ഈ KC വേണുഗോപാലും, ഈ അടൂർ പ്രകാശും, ഈ VD സതീശനും, ഇവരെല്ലാവരും ഒരു കോളേജിലെ ഒരു ഈവനിങ് കോഴ്സിൽ നിന്നാണ് LLB എടുത്തിട്ടുള്ളത്. അതേതാണെന്നറിയാമോ? ആ ഈവനിങ് ബാച്ചുള്ള കോളേജിൻ്റെ പേരാണ് ലോ അക്കാദമി ലോ കോളേജ്. തിരുവനന്തപുരത്ത് പേരൂർക്കടയിലുള്ള ലോ അക്കാദമി ലോ കോളേജ് എന്ന ഏറ്റവും വലിയ വിവാദ കേന്ദ്രമായിട്ടുള്ള ആ ലോ കോളേജിൽ നിന്നാണ് ഈ LDFിൽ നിന്ന് UDFിൽ നിന്നുള്ള 44 പൂർണ്ണ സമയ രാഷ്ട്രീയ പ്രവർത്തകർ LLB എടുത്തിട്ടുള്ളത്. അത് വിവാദമായിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ നടന്ന സമരങ്ങൾ, അവിടെ നടന്ന മൂല്യനിർണ്ണയം സംബന്ധിച്ചിട്ടുള്ള കാര്യം, ആ കോളേജിന് അഫിലിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കാര്യം, അവർ 100 കോടി രൂപയുടെ ഭൂമി, സർക്കാർ ഭൂമി കൈയടക്കി വെച്ചിട്ടുള്ളതാണെന്നുള്ള വിവാദം,
ഇങ്ങനെ വിവാദത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായിട്ടുള്ള ലോ അക്കാദമി ലോ കോളേജിലെ ഈവനിങ് ബാച്ചിൽ നിന്നാണ്, ഈവനിങ് കോഴ്സിൽ നിന്നാണ് ഈ 44 പേരും LLB എടുത്തിരിക്കുന്നത്. അവർ 44 പേരും പൂർണ്ണസമയ രാഷ്ട്രീയക്കാരാണ്. അപ്പം പൂർണ്ണസമയ രാഷ്ട്രീയക്കാരെ ഈവനിങ് ബാച്ചിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കണം. 5:30 മുതൽ 8:30 വരെയാണ് ക്ലാസ്. ഇതിൽ നല്ല പങ്കാളികളും തിരുവനന്തപുരത്ത് ഇല്ലാത്ത ആളുകളാണ്. കണ്ണൂരിലും അവിടെ ഇവിടെ ഇടുക്കിയിലും ആലപ്പുഴയിലും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നവരാണ്. അവരാണ് ഈ ലോ കോളേജിലെ ഈവനിങ് ബാച്ചിൽ നിന്ന് അറ്റൻഡൻസ് എല്ലാം മേടിച്ച് പരീക്ഷ എല്ലാം പാസ്സായി LLB ബിരുദധാരികളായിരിക്കുന്നത്. അങ്ങനെ ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറയുന്നത് ഇവരുടെയൊക്കെ അറ്റൻഡൻസ് രജിസ്റ്റർ, ഇവരുടെയൊക്കെ പരീക്ഷാ പേപ്പറുകൾ, ഇതൊക്കെ പുറത്തു വന്നാലുണ്ടല്ലോ അതൊക്കെ വലിയ ചരിത്ര രേഖയായിരിക്കും. അതൊക്കെ ചില്ലിട്ട് സൂക്ഷിക്കേണ്ടി വരും. ഇവർ പരീക്ഷ എഴുതിയിട്ടുണ്ടോ, അതോ ആരെങ്കിലും ഇവർക്ക് വേണ്ടി പരീക്ഷ എഴുതിയിട്ടുണ്ടോ, ഇവർ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ, ഇതൊക്കെ ആർക്കറിയാം സുഹൃത്തുക്കളെ? ആർക്കെങ്കിലും അറിയാവോ? ഇത് വെറും ഡിഗ്രിയല്ല, LLB ഡിഗ്രിയാണ്. ഞാൻ പറഞ്ഞല്ലോ 27 വിഷയങ്ങൾ. ആ വിഷയങ്ങളിലെല്ലാം എക്സ്റ്റേണൽ പരീക്ഷ, ഇന്റേണൽ പരീക്ഷ, കോർട്ട് വർക്ക്, വൈവ, മൂട്ട് കോർട്ട്, അങ്ങനെ എത്രയെത്ര സംവിധാനങ്ങളിൽ കൂടി ഇറങ്ങി വന്നാൽ ഒരു LLB ഡിഗ്രി കിട്ടുക. അത് ഈ 44 പേർക്കും ഈ വിവാദങ്ങളുടെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള ലോ അക്കാദമി ലോ കോളേജിലെ ഈവനിങ് ബാച്ചിൽ നിന്ന് കിട്ടും എന്ന് പറയുമ്പം അത് ദുരൂഹമല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഈ കോളേജിന് നട്ടലുണ്ടോ? ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാം പരീക്ഷാ പേപ്പറുകൾ, അവരുടെ കൈയക്ഷരം, അവരെത്ര മാർക്ക് മേടിച്ച് പാസ്സായി, അവരുടെ അറ്റൻഡൻസ്, ഈ രേഖകൾ പുറത്തു കൊണ്ടുവരാൻ ഈ ലോ അക്കാദമി ലോ കോളേജിന് നട്ടലുണ്ടോ? ഞാൻ ചോദിക്കുക, ഞാൻ വെല്ലുവിളിക്കുക. കഴിയില്ല അവരെ കൊണ്ട്. അവരൊക്കെ എങ്ങനെയാണ് പാസ്സായതെന്നുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഇവരിൽ ഒരാൾ പോലും, ഒരുപക്ഷെ ആന്റണി രാജു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു രാഷ്ട്രീയ നേതാവ് പോലും കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഒരാളുടെ വക്കാലത്തെടുത്ത് കോടതിയിൽ പോയതായി നമ്മൾ കേട്ടിട്ടില്ല. പ്രതികളായിട്ട് ചിലപ്പോൾ കോടതിയിൽ പോയിട്ടുണ്ടാവും, പക്ഷേ വക്കീലായിട്ട് കോടതിയിൽ പോയിട്ടുണ്ടാവില്ല. വാദിയായിട്ടും ചിലപ്പോൾ പോയിട്ടുണ്ടാവും, പക്ഷേ വക്കീലായിട്ട് പോയിട്ടുണ്ടാവില്ല. ഇപ്പം എന്താണ് ഇയാളുടെ പേര്, മറ്റേ ശിവൻകുട്ടിയുടെ LLB ഡിഗ്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിവാദം ഉയർന്നു വന്നല്ലോ. ആ വിവാദം ഉയർന്നു വന്നപ്പോൾ അയാളെക്കുറിച്ച് വന്ന ഒരു ട്രോളുണ്ട്. ആ ട്രോള് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. അത് വളരെ രസകരമാണ്. അയാൾ ഇത് LLB എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും തർക്ക വിഷയമാണ്. പക്ഷേ ആ തർക്ക വിഷയം ആയിരിക്കുന്ന സമയത്ത് പോലും ആ തർക്ക വിഷയം ആയിരിക്കുന്ന സമയത്ത് അയാളെക്കുറിച്ച് വന്നൊരു ട്രോളുണ്ട്. വളരെ രസകരമാണ് ആ ട്രോള്. അത് നമ്മൾ ഒന്ന് കേൾക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അയാൾ ലോ അക്കാദമി ലോ കോളേജിൽ നിന്ന് ആണ് LLB പാസ്സായതെന്നും പാസ്സാകാതിരുന്നതെന്നും ഒക്കെ പറയുന്നുണ്ട്. ആ ട്രോൾ ഇങ്ങനെയാണ്: സ്ക്രാച്ച് ആൻഡ് വിൻ വഴി LLB നേടിയ ലോകത്തെ ആദ്യത്തെ ആൾ. തിരുവനന്തപുരത്തെ ലക്ഷ്മി വിലാസം തട്ടുകടയിൽ നിന്നും 4 ദോശയും ചമ്മന്തിയും പാഴ്സൽ വാങ്ങിയപ്പോൾ കിട്ടിയ കൂപ്പൺ വഴിയാണ് ടിയാന് ആ ഭാഗ്യം കിടച്ചത്. ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ് ഈ ലോ കോളേജ്. അവരെങ്ങനെയാണ് ഇപ്പം ഞാനിത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്. കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നൊരു ചീഫ് സെക്രട്ടറി, എൻ്റെ അടുത്ത സുഹൃത്താണ്, പേര് ഞാൻ പറയുന്നില്ല. ആ ചീഫ് സെക്രട്ടറിയോട് ഈ മരിച്ചുപോയ ഈ ലക്ഷ്മി നായരുടെ അച്ഛൻ നാരായണൻ നായർ ഒരിക്കൽ ചെന്നിട്ട് ചോദിച്ചെന്ന്, സാറേ സാറിനൊരു LLB വേണ്ടെന്ന്. അപ്പോൾ ചീഫ് സെക്രട്ടറി ചോദിച്ചു, അതെങ്ങനെയാണ് സുഹൃത്തെ, അത് ഞാനിവിടെ ചീഫ് സെക്രട്ടറി ആയി ഇരിക്കുകയല്ലേ, ചീഫ് സെക്രട്ടറി ആയി ഞാനിവിടെ ഇരിക്കുമ്പോൾ ഫുൾ ടൈം ഇരിക്കുമ്പോൾ എങ്ങനെയാണ് LLB എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, സാറേ ഒന്നും കൊണ്ട് മേടിക്കണ്ട, സാറ് LLBക്ക് ചേർന്നാൽ മതി, സാറിന് ഡിഗ്രി ഞങ്ങൾ വീട്ടിൽ കൊണ്ട് തരാമെന്ന് ഇയാൾ പറഞ്ഞതായി അന്ന് ആ ചീഫ് സെക്രട്ടറി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ചീഫ് സെക്രട്ടറി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതാണ് ലോ കോളേജിലെ ഈവനിങ് ബാച്ച്, അവിടുത്തെ പഠനം, രാഷ്ട്രീയക്കാരുടെ പഠനമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു. നമുക്കറിയാം, 8 വർഷങ്ങൾക്ക് മുമ്പ് ലോ അക്കാദമി ലോ കോളേജിൽ വലിയൊരു സമരം നടന്നു, വിദ്യാർത്ഥി സമരം. അതിനെ തുടർന്ന് അന്ന് ഡയറക്ടറായിരുന്ന ലക്ഷ്മി നായർക്ക് അവിടുന്ന് പോകേണ്ടി വന്നവർ ഇത് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. അന്ന് നമുക്കറിയാം, വി മുരളീധരനെ പോലെയും കെ മുരളീധരനെ പോലെയും ഒക്കെ ഉള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അവിടെ 8-10 ദിവസം നിരാഹാരം കിടന്ന സംഭവം നമുക്കറിയാം. ആ സമരം വലിയൊരു വിജയമായിരുന്നു. ആ സമരം ഉണ്ടാക്കിയ വിവാദം എന്തായെന്നുള്ളത് ഇപ്പോഴും പലതും നിലനിൽക്കുകയാണ്.
അന്ന് അക്കാലത്ത് ആ സമരം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഏഷ്യാനെറ്റിൽ നടന്നൊരു ചർച്ചയുണ്ട്. ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് വിനു വി ജോണാണ്. ആ ചർച്ചയിൽ വന്ന് പങ്കെടുത്തത് അന്ന് MLA ആയിരുന്ന KS ശബരീനാഥനാണ്. ശബരീനാഥൻ അയാളാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത്. ആ ചർച്ചയിൽ വിനു വി ജോണിൻ്റെ ചോദ്യവും KS ശബരീനാഥൻ്റെ മറുപടിയും കൂടി ഇനി എൻ്റെ പ്രേക്ഷകർ ഒന്ന് കേൾക്കണം. അതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശ്രീ ശബരീനാഥ്, ഇവിടെ ശ്രീ മുരളീധരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്നതെന്ന് ഇപ്പോൾ നാം കരുതുന്ന സ്ഥാപനം, അവിടുത്തെ നിരവധി പെൺകുട്ടികൾ ഉന്നയിക്കുന്ന പരാതികൾ സമാനതകളില്ലാത്തതാണ്. സർവകലാശാല സമിതിക്ക് പോലും ചിലർ എന്നോട് പറഞ്ഞത് കണ്ണീരോടെ അവർക്ക് കേൾക്കേണ്ടി വന്നുവെന്നാണ് പല പരാതികളും. അഫിലിയേഷൻ, യൂണിവേഴ്സിറ്റിയിൽ ഈ കോളേജിൻ്റെ അഫിലിയേഷൻ എന്താണെന്നതിന് ഒരു രേഖയുമില്ല. കോടതിയിലേക്ക് കൊണ്ടുപോയ വഴി കളഞ്ഞുപോയെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പകരം ഒരു രേഖ എവിടെ ഉണ്ടാവേണ്ടേ? ഇതിൻ്റെ സ്ഥലത്തെക്കുറിച്ച്, കോളേജിൻ്റെ അഫിലിയേഷനെ കുറിച്ച് ഒരു വ്യക്തതയുമില്ലാത്ത ഒരു സ്ഥാപനം കേരളത്തിൽ എങ്ങനെ നടക്കുന്നു എന്നത് അന്വേഷിക്കേണ്ടതും ഇനി പരിഹാരം കാണേണ്ടതുമായ ഒരു പ്രശ്നമല്ലേ ശ്രീ ശബരിനാഥ്? തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പല കാലങ്ങളായി പല ആളുകളിൽ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരുന്നതാണ്. ഈ സമരത്തിൻ്റെ ആദ്യ ഘട്ടമെന്ന രീതിയിൽ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് ഇതിൻ്റെ ഒരു ഡിസിപ്ലിനറിയും ഇൻറ്റേർണൽ മാർക്സിൻ്റെ കാര്യത്തിലും കുട്ടികളുടെ ഫ്രീഡത്തിൻ്റെ കാര്യത്തിലുമായിരുന്നു. അതിൻ്റെ രണ്ടാം ഘട്ടമെന്ന രീതിയിലാണ് ഒരുപക്ഷെ കോളേജിൻ്റെ ഈ നിലനിൽപ്പ് അല്ലെങ്കിൽ ഈ കോളേജിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചൊരു ചർച്ച ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ ഇതിൽ എത്രമാത്രം ഇതിലുള്ള തീരുമാനങ്ങൾ സെനറ്റിനോ സിൻഡിക്കേറ്റിനോ യൂണിവേഴ്സിറ്റിക്കോ എടുക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പലതും ഇന്ന് ചാനലുകൾ വന്നതും അതിനുശേഷം ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നതൊക്കെ ഒരുപക്ഷെ ഒരു യൂണിവേഴ്സിറ്റിക്ക് അതീതമായ കാര്യങ്ങളായിരിക്കും. പലതും കളക്ടറും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മറുപടി കൊടുക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിന് സർക്കാർ ഏറ്റവും കൂടുതൽ ഇമ്മീഡിയറ്റായിട്ട് ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ആസ്പെക്റ്റിനോടൊപ്പം തന്നെ ഇതിൻ്റെ ലാൻഡും അക്രഡിറ്റേഷനും ഇതിൻ്റെ മോഡൽ എന്താണ്, അതൊരു സ്വകാര്യ കോളേജാണെന്നാണ് ഇന്ന് ഇന്ന് ബഹുമാനപ്പെട്ട പ്രൈവറ്റ് കോളേജാണെന്നാണ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇത് പ്രൈവറ്റ് കോളേജാണോ, സ്വാശ്രയ കോളേജാണോ, ഹൈബ്രിഡ് മോഡലാണോ എന്താണെന്നുള്ളത് ആ ഒരു സംശയം ഇനിയും അത് മാറ്റേണ്ടത് മാനേജ്മെൻറ്റിനോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെയും അതൊരു അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി സർക്കാർ നൽകണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ശബരിനാഥ്, അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്, 3 വർഷത്തിന് മുമ്പ് മാത്രം അഫിലിയേഷൻ കിട്ടിയിട്ടുള്ള, അനുമതി കിട്ടിയിട്ടുള്ള കോട്ടയത്തെ ടോംസ് കോളേജിൻ്റെ അഫിലിയേഷൻ രേഖകൾ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. അത്ഭുതകരമായ കാര്യമാണ്. ഈ കോളേജിൻ്റെ ഒരു രേഖയും, ഇതിനു മുമ്പും ശേഷവുമുള്ള ഒരുപാട് കോളേജുകളുടെ രേഖകൾ ഒരു കുഴപ്പവുമില്ലാതെ കേരള സർവകലാശാലയിൽ നിൽക്കുമ്പോൾ ഈ ലോ അക്കാദമിയുടെ രേഖകൾ അത്ഭുതകരമായി അപ്രത്യക്ഷമാകുന്നു. ഇത്ര കാലമായിട്ടും അതിന് പകരം ഒരു രേഖ, ഈ നഷ്ടപ്പെട്ട ഫയലുകൾ പുനഃസൃഷ്ടിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതുപോലും കേരള സർവകലാശാലയിൽ നടന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ച് മറുപടി ഉണ്ടാവേണ്ടതാണ്. അതിനുള്ള നടപടികൾ അടിയന്തരമായി എടുക്കേണ്ടതല്ലേ ശ്രീ ശബരിനാഥ്? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആരെയും കുറ്റം പറയുകയോ പഴിചാരുകയോ അല്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഇതുപോലൊരു ഇഷ്യൂ വലിയൊരു ഡിസ്കഷനായി വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ സ്വമേധയാ സർക്കാർ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ജനങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മറുപടി കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് 14 ദിവസത്തിന് ശേഷം ഈ കാര്യത്തിനെക്കുറിച്ച് എന്തൊക്കെ പറയാമെന്നുള്ളതും മന്ത്രി ഇന്ന് പറഞ്ഞിട്ടില്ല. യൂണിവേഴ്സിറ്റി ഉപസമിതി പഠിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിലും കുട്ടികളുടെ ഹാരസ്മെൻറ്റ് ഉൾപ്പെടെ കുട്ടികൾ പറഞ്ഞ കാര്യത്തിനോടൊപ്പം തന്നെ ഈ റവന്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ അടിയന്തരമായി കേരള യൂണിവേഴ്സിറ്റി അതല്ലെങ്കിൽ സർക്കാരിൻ്റെ റവന്യൂ അടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിശോധിക്കുകയും അതിനുള്ള ഒരുപക്ഷെ ഒരു സമിതി ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഞാനിവിടെ ആവശ്യപ്പെടുന്നത്. സുഹൃത്തുക്കളെ, കേട്ടല്ലോ, അതിരൂക്ഷമായ ഭാഷയിലല്ലേ KS ശബരീനാഥൻ ഈ ലോ അക്കാദമി, ലോ കോളേജിനെ ആ ചർച്ചയിൽ വിമർശിച്ചത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായെന്നറിയാമോ? ഈ KS ശബരീനാഥൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം വക്കീലായി എന്ന് പറഞ്ഞുകൊണ്ട്, അയാൾ അഭിഭാഷകനായി സന്നദ്ധെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ആ വീഡിയോയിൽ പത്ര റിപ്പോർട്ടർമാർ ചോദിച്ചത്, എങ്ങനെയാണ് താങ്കൾക്ക് ഇങ്ങനെ LLB എടുക്കാൻ കഴിഞ്ഞത്, താങ്കൾ ഒരു പൂർണ്ണസമയ രാഷ്ട്രീയക്കാരനല്ലേ എന്ന് ചോദിച്ചപ്പോൾ KS ശബരീനാഥൻ്റെ മറുപടി എന്തായിരുന്നറിയാമോ? ഞാൻ ലോ അക്കാദമി, ലോ കോളേജിലെ ഈവനിങ് ബാച്ചിൽ നിന്നാണ് LLB എടുത്തതെന്ന്. അപ്പോൾ LLB, അപ്പം ലോ അക്കാദമി, ലോ കോളേജിൻ്റെ നടത്തിപ്പുകാർക്ക് എന്തോ മാന്ത്രിക വിദ്യ അറിയാം എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം 8 വർഷക്കാലം മുമ്പ്
ലോ കോളേജിൽ സമരം നടന്നപ്പോൾ ലോ അക്കാദമിയുടെ ഭരണാധികാരികളെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത പിന്നെ കെ ശബരിനാഥനെ കൊണ്ട് തന്നെ തങ്ങളുടെ കോളേജിൽ നിന്നുള്ള ഈവനിങ് ബാച്ചിൽ പഠിച്ച് പാസ്സാക്കിക്കാൻ അവർക്ക് കഴിഞ്ഞത് ആ മാന്ത്രിക വിദ്യ കൊണ്ടായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് 2022 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2022 ഈ ഈവനിങ് കോഴ്സ് നടപ്പിലാക്കുന്ന പരിപാടി ലോ അക്കാദമി പിന്നെ ബാർ കൗൺസിൽ അവസാനിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോഴും ഈ ലോ കോളേജിൽ മാത്രം ഈവനിങ് കോഴ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഭരണഘടനാതീത അധികാര കേന്ദ്രമായി ഈ സംവിധാനം ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കണം അത് സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ വിവാദ പഠന കേന്ദ്രം, അതിൻ്റെ സ്വാധീനം, ഇടതുപക്ഷ പാർട്ടികളിലും വലതുപക്ഷ പാർട്ടികളിലുമുള്ള അതിൻ്റെ സ്വാധീനം, അതിൻ്റെ കാരണം അതെന്തൊക്കെയാണ് എന്നാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തുന്ന 4ാമത്തെ വീഡിയോ ആണ്. ഇനിയും വീഡിയോകൾ ഉണ്ടാവും, അതിന് കാത്തിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും.